നിയമഘാതകരും സാമൂഹ്യ വിരുദ്ധരുമായി മാറുമ്പോൾ ജനാധിപത്യത്തിൽ അടിയുറച്ച ഈ നാടിന്റെ അടിസ്ഥാന ശില ഇളകി മാറും. ഇവിടെ അരാജകത്വത്തിന്റെ കാർമേഘങ്ങൾ ഇരുൾ പരത്തും. രക്ഷകൻ ശിക്ഷകനാകുമ്പോൾ ന്യായം തേടി ജനം ഏതു വാതിലാണ് മുട്ടുക? മിസ്റ്റർ പോൾ മാത്യുവിന് മനസ്സിലായില്ലേ? നിങ്ങളെപ്പോലെ ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസറോട് സംസാരിക്കാൻ ഇത്രയും വലിയ മുഖമുറയുടെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. മാഡം പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പാറ മാഡമാണ് സത്യം. ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾക്ക് ദൈവത്തിന്റെ തന്നെ സാക്ഷി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ആരാധനാലയങ്ങൾ മുക്കിന് തട്ടുകടകൾ പോലെ പെരുകിയതിന്റെ രഹസ്യം അങ്ങ് ഡൽഹിയിൽ ഇരുന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. ഇവിടെ പാപികളുടെ എണ്ണം വളരെ കൂടുന്നു. ഒപ്പം വിഴുപ്പലക്കാനും മോക്ഷം നേടാനും ആരാധനാ കേന്ദ്രങ്ങളും കൂടണ്ടേ? മാത്തുക്കുട്ടിക്ക് എത്ര രൂപ കൊടുത്തു അഡ്വാൻസായി? മാത്തുക്കുട്ടിയോ? ഏത് മാത്തുക്കുട്ടിയാ മാഡം? അയ്യോ പാവം. DYSP പോൾ സാറ് നിഷ്കളങ്കനാണെന്ന് ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാരും പറഞ്ഞു കേട്ടപ്പോ ഇത്രത്തോളം നിഷ്കളങ്കനാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. മാത്തുക്കുട്ടിയെ പോൾ മാത്യു അറിയുകയില്ല. കുടിയൻ മാത്തുക്കുട്ടി നമ്മുടെ സാലമ്മയുടെ അമ്മാച്ചനെ. എന്തൊക്കെയാ വാഗ്ദാനങ്ങൾ? ഈ ജന്മം മുഴുവൻ കുടിച്ചു മരിക്കാനുള്ള പണവോ? ചത്തവരോ ചത്തു. ജീവിച്ചിരിക്കുന്നവരുടെ ഉറക്കം കെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ അല്ലേ? ആരാ പോൾ മാത്യു ഈ ജീവിച്ചിരിക്കുന്നവർ? ആ പേര് വിവരങ്ങൾ മാത്രം ഇങ്ങോട്ട് കിട്ടിയാൽ മതി. ഉറക്കം നഷ്ടപ്പെട്ട ആ മഹാന്മാരായിരിക്കുമല്ലോ സാലമ്മയുടെ കൊലയാളികൾ. അതോ ഇനി ആ മഹാൻ സാറ് തന്നെയാണോ? അയ്യോ മാഡം, പിന്നാരാ? പറ, ആർക്കു വേണ്ടിയാ പോൾ മാത്യു മാത്തുക്കുട്ടിയെ കണ്ടത്? ഇനിയൊന്നും ഒളിച്ചിട്ട് കാര്യമില്ല. സത്യം പകൽ പോലെ കൺമുന്നിൽ തെളിഞ്ഞു കിടക്കല്ലേ? പക്ഷേ ഈ നാവിൽ നിന്ന് ആ പേര് വീഴും വരെ എനിക്ക് പ്രതിസ്ഥാനത്ത് പോൾ മാത്യുവിനെ കാണാൻ സാധിക്കും. സാലമ്മയുടെ കൊലയാളി DYSP പോൾ ആണെന്ന് ഞാൻ തെളിവുകൾ നിരത്തി സ്ഥാപിച്ചെടുക്കും. എന്റെ ന്യായവാദങ്ങൾക്ക് കരുത്ത് പകർന്ന സാക്ഷിമൊഴിയുമായി മാത്തുക്കുട്ടി കോടതിയിൽ ഹാജരാകും. പ്രതിക്ക് മിനിമം തൂക്കുകയറോ ജീവപര്യന്തമോ വാങ്ങി നൽകാൻ അതൊക്കെ ധാരാളം. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിസിഷൻ ഓഫ് ജഡ്ജ്. ഇനി പോൾ മാത്യുവിന് മുന്നിൽ 2 മാർഗങ്ങളേ ഉള്ളൂ. സ്വയം കുറ്റം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ യഥാർത്ഥ കൊലയാളിയെ ചൂണ്ടിക്കാണിച്ചു തരിക. കൊലയാളിയൊന്നും എനിക്കറിയില്ല മാഡം, സത്യം. പിന്നെന്തിനാ നിങ്ങൾ മാത്തുക്കുട്ടിയെ സ്വാധീനിച്ച് കേസ് ഒതുക്കാൻ ശ്രമിച്ചത്? പറയണം. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടാ. അയ്യോ മതി, എനിക്ക് ഈ മൊഴി മതി. ഇത് നൽകാൻ വൈകിയതിന്റെ പേരിൽ നിങ്ങളെ ഈ കേസിൽ കൂട്ടുപ്രതിയോ മാപ്പുസാക്ഷിയോ ഏതിരിപ്പിടത്തിലാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് ഞാൻ പിന്നീട് തീരുമാനിക്കും. മാത്തുക്കുട്ടിയെ കാണാൻ പറഞ്ഞത് വർഗീസ് അച്ചായനാണെന്നുള്ള സത്യമാണ് മാഡം. പക്ഷേ അച്ചായൻ സാലമ്മയെ കൊന്നിട്ടില്ലെന്നാ പറയുന്നേ. പിന്നെ ആരാ കൊന്നത്? അറിയത്തില്ല. പിന്നെന്തിനാ അയാൾ നിങ്ങൾ അവിടെ പറഞ്ഞയച്ചത്? അത് കൊന്നത് അയാൾ അല്ലെങ്കിൽ പിന്നെ അയാൾ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നതെന്ന് മിസ്റ്റർ പോൾ മാത്യു ചോദിച്ചില്ലേ? ചോദിച്ചു മാഡം. കുടുംബത്തിന്റെ സൽപ്പേര് പോകാതിരിക്കാനാണ് അച്ചായൻ പറഞ്ഞത്. സാലമ്മ കരുങ്ങട്ടിലെ ജോലിക്കാരിയല്ല. അവള് മരിച്ച കേസ് എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ഒടുവിൽ അവിടെ തന്നെ എത്തുമെന്ന് പേടിച്ച അച്ചായൻ. അപ്പൊ പോൾ മാത്യുവിന് ഉറപ്പാണോ സാലമ്മയെ കൊന്നത് കടുങ്ങാട്ടിൽ വർഗീസ് അല്ലെന്നോ? ഉറപ്പ്. കാരണം